ബീറ്റ സ്മാർട്ട് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ബീറ്റ സ്മാർട്ടിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് ആവശ്യം ആദ്യം ഒരു വാലറ്റാണ്. അത് മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാലറ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പരിശോധിക്കാം. ഇപ്പം നമ്മുടെ വാലറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനായ സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, സ്കിപ്പ് കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വണ്ണായിട്ടുള്ള അഞ്ചാമത്തെ ഡിസ്കവർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ബീറ്റ സ്മാർട്ടിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും, റെഫറൽ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അത് ഏറ്റവും മുകളിലെ സെർച്ച് ബട്ടണിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീറ്റ സ്മാർട്ടിൻ്റെ സൈറ്റിലേക്ക് അത് കണക്റ്റ് ആവും. കണക്റ്റ് ആവുന്നതിന് മുമ്പ് നമ്മളിവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്യുക. എപ്പോഴും ഡിഫോൾട്ടായിട്ട് എത്തേരിയം കിടപ്പുണ്ടാവും. അത് മാറ്റിയിട്ട് BNB സ്മാർട്ട് ചെയിൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഇതിനകത്ത് രണ്ടാമത്തെ കാണുന്നത് BNB സ്മാർട്ട് ചെയിനിൽ ക്ലിക്ക് ചെയ്ത് അത് കൊടുക്കുക. എന്നിട്ട് കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കണക്റ്റ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് കണക്റ്റ് ചെയ്യുക. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കറങ്ങി തിരിച്ച് വന്ന് അത് കണക്റ്റ് ആവും. ഓക്കെ, സൈൻ വന്നു. സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്പണായി ഇതേപോലത്തെ സ്പേസ് ഇത് വന്നു, പിന്നെ സ്പേസ് വന്നു. ഇവിടെ നമുക്ക് ഇനി തിരിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വാലറ്റിലേക്ക് വരണം. കാരണം ഇവിടെ മെയിൻ വാലറ്റിൽ ഡോളർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റേക്കിംഗ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, തിരികെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഹോം പേജിലേക്ക് തന്നെ വരിക. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിൽ ബാക്ക് അടിച്ചാൽ വരും. അതിൽ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ USDT പെപ്പാണ് നമ്മൾ ട്രാൻസാക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ USDT ഉണ്ടോ, USDT പെപ്പ് സ്മാർട്ട് ചെയിൻ. കുറേ USDT ഉണ്ട്, നമ്മൾ അതൊന്നും ഓപ്പൺ ആക്കണ്ട. USDT BNB സ്മാർട്ട് ചെയിൻ അത് ഓപ്പൺ ആക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ബിനാൻസും ഓപ്പൺ ആക്കിയിടുക. ബിനാൻസിൻ്റെ BNB അതും ഓപ്പൺ. ഇത് 2 കോയിൻ മാത്രം നമ്മളിവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇവിടെ നമുക്ക് വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഡോളർ ആഡ് ചെയ്യാനായിട്ട് USDT പെപ്പ് സ്മാർട്ട് ചെയിൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അഡ്രസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോളറോ കാര്യങ്ങളൊന്നും നമുക്ക് റിട്ടേൺ എടുക്കാൻ കഴിയില്ല. അയച്ചു കൊടുത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ട പൈസ തിരിച്ച് കിട്ടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായി നോക്കുക, USDT BNB തന്നെയല്ലേ, സ്മാർട്ട് ചെയിൻ തന്നെയല്ലേ, പെപ്പ് തന്നെയല്ലേ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിസീവിങ് അഡ്രസ്സ് കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ആരുടെ കയ്യിലാണോ USDT ഉള്ളത് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് USDT ആഡ് ചെയ്ത് തരും. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിനാൻസ് അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്തേക്ക് ഡോളർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വാലറ്റിൽ ഇപ്പോൾ ഇവിടെ 0 കാണിക്കുന്നിടത്ത് നമുക്ക് $100, $500, $1000 അതാദ്യം നമ്മൾ ഇതിനകത്തേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, ലോഡ് ചെയ്തിട്ടാണ് നമ്മളത് സ്ട്രൈക്കിങ്ങിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ USDT ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, USDT ആഡ് ചെയ്തു. അതുപോലെ നമ്മൾ ബീറ്റ സ്മാർട്ടിൽ കണക്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ BNB ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീ ആയിട്ട് പോകുന്ന BNB ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ BNB ഉണ്ട്. ഇനി ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്കവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ സ്മാർട്ട് ലിങ്ക് ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആരാണോ റെഫറൻസ് ലിങ്ക് അയച്ചു തന്നിരിക്കുന്നത് അതവിടെ പേസ്റ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇത് ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഓപ്പണായി. കണക്റ്റ് ആവുന്നതിന് മുമ്പ് ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ നെറ്റ്വർക്ക് കണ്ടോ, വീണ്ടും അത് എത്തേരിയമായി മാറിയിട്ടുണ്ട്. എത്തേരിയം മാറ്റി BNB ആക്കുക. BNB ആക്കി. ഓക്കെ, ഇനി കണക്റ്റ് വാലറ്റ് കൊടുക്കുക. കണക്റ്റ് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് എഗെയിൻ സൈനിങ് ചോദിക്കും. സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുത്തതിന് ശേഷം ഓപ്പണായിട്ട് നമ്മുടെ ബീറ്റ സ്മാർട്ടിൻ്റെ മെയിൻ വാലറ്റ് ഓപ്പണായി വരും. അപ്പോൾ അത് ഓപ്പണായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാലറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന 100 USDT, ഇപ്പോൾ 100 5,000 അല്ലെങ്കിൽ 1000 100 എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 100 ആണ്.
അവിടെ ഇത് മെയിൻ വാലറ്റിൽ മാറ്റാനായിട്ട് ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റുമായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി 25 USDT ആണ്. അത് മാറ്റിയിട്ട് 100 ആക്കുക. 100 USDT ആക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് അപ്രൂവ് അടിക്കുക. അപ്രൂവ് അടിച്ചതിന് ശേഷം ഇത് നോക്കുമ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് 100 USDTക്ക് തുല്യമായ BTR കോയിൻ കയറിയിരിക്കുന്നത്. ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇവിടെ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഓക്കെ ഇതാ ഇവിടെ ഇപ്പോൾ 100 USDT അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കുക. BTR കോയിൻ കയറിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇതാ 25,000 BTR കോയിൻ ഇവിടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിനെ സ്ട്രേക്കിങ്ങിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് സ്ട്രേക്കിംഗ് കൊടുക്കരുത്. പകരം ലെഫ്റ്റ് സൈഡിലെ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് സ്ട്രേക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് സ്ട്രേക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2-3 ഓപ്ഷൻ കാണാം. അതിൽ ചേഞ്ചസ് നിർബന്ധമായും വരുത്തിയിരിക്കണം. അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും 1 ഇയർ എന്നൊക്കെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. നമ്മളതെല്ലാം മാറ്റി 3 ഇയർ എന്നുള്ളതും FD മാറ്റിയിട്ട് മന്ത്ലി ആക്കി മാറ്റണം. അപ്പോൾ അത് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓപ്പൺ ആവും. ആഡ് സ്ട്രേക്കിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് കാണാം $25. കാരണം ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് $25 നെക്സ്റ്റ് 50 ആണ്, തേർഡ് 100. അപ്പോൾ നമ്മൾ $100 പ്ലാനാണ് സ്ട്രേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് മുമ്പ് പറഞ്ഞ 2-3 ഓപ്ഷൻസ് വരുന്നത്. അത് കൺഫേമായി ചേഞ്ച് ചെയ്യണം. ആ $100 ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിതാ ഇവിടെ വന്നു. ഇവിടെയാണ് FD മാറ്റി കമ്പൽസറി ആയിട്ട് മന്ത്ലി ആക്കിയിടണം. ടേംസ് എന്ന് പറയുന്നത് നമ്മൾ 3 ഇയർ ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യാനും 3 വർഷം സെലക്ട് ചെയ്യാനും ഒരു കാരണവശാലും മറക്കരുത്. മറന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് FD എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 3 വർഷമാണെങ്കിൽ ആ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുകയുള്ളൂ, ROE ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ 15% മന്ത്ലി ലഭിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ടൈം 3 ഇയർ ആക്കിയിടണം. ഓക്കെ, അപ്പോൾ അത് നമ്മളത് കൊടുത്തു ബൈ കൊടുക്കുക. അപ്പോൾ ആക്കി പിന്നെ ഇത് കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രേക്കിംഗ് പ്ലാൻ ആക്ടിവേഷൻ ആവും. അപ്പോൾ നമ്മുടെ പ്ലാന് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോവുക. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുണ്ടോ സ്ട്രേക്കിംഗ് വാലറ്റിലേക്ക് നമ്മുടെ 25,000 BTR കോയിനും ആഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബീറ്റ സ്മാർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്.